കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 24 ചെയ്തത്. അപ്പോൾ സൃഷ്ടിയെപ്പറ്റി പറയുകയാണല്ലോ അല്ലെ. ആദ്യം ആ അദ്വൈത തത്വമായിട്ടുള്ള അല്ലെങ്കിൽ ആ ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ ബ്രഹ്മത്തിന് പിന്നെ ലീല നടത്തണമെന്ന് തോന്നിയപ്പോൾ, അല്ലെങ്കിൽ ആ പരമാത്മ ചൈതന്യത്തിന് ലീലകളാടണമെന്ന് തോന്നിയപ്പോൾ തന്നിൽ എല്ലാം തന്നിൽ ഉറങ്ങിക്കിടക്കുന്ന മായയെ ക്ഷോഭിപ്പിച്ചു. അപ്പോൾ ആ മൂലപ്രകൃതിയിൽ നിന്ന് മഹത്വത്വം വേർതിരിഞ്ഞു അല്ലേ. ആ മഹത്വത്വത്തിൽ നിന്നുണ്ടായ അഹങ്കാരം 3 വിധമാണ്. സത്വഗുണാഹങ്കാരം, രജോ ഗുണാഹങ്കാരം, തമോ ഗുണാഹങ്കാരം അല്ലെങ്കിൽ സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം 3 വിധമാണ്. അതായത് എല്ലാറ്റിലും മറ്റ് 2 ഉണ്ടേനും അങ്ങനെയാണ് കേട്ടോ. ആ മഹത്വത്വത്തിന് അഹങ്കാരം ഉണ്ടായി. ആ അഹങ്കാരം 3ആയി പിരിഞ്ഞു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സത്വഗുണത്തിൽ പിന്നെ കുറച്ച് സത്വഗുണം പ്രധാനമാണ്, കുറച്ച് രജോ ഗുണവും കുറച്ച് തമോ ഗുണമുണ്ട്. അതേപോലെ തന്നെ രജോ ഗുണാഹങ്കാരത്തിൽ രജോ ഗുണം പ്രധാനം, സത്വവും തമോസും കുറേശ്ശുണ്ട്. അതുപോലെ തമോ ഗുണാഹങ്കാരത്തിൽ തമസ് പ്രധാനം, മറ്റേ 2 കുറച്ച്. അതാണ് 3 ഉണ്ടെന്നർത്ഥം. അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി 25. താമസാൽ സൂക്ഷ്മ തന്മാത്രാണ്യാസൻ ഭൂതാന്യത പരം സ്ഥൂലാനി ക്രമശോ രാമ ക്രമോത്തര ഗുണാനിഹ. ശ്രീരാമനോട് തന്നെ പറയുകയാണല്ലേ ഈ പ്രപഞ്ച തത്വേ. താമസാത് അഹങ്കാര താമസാഹങ്കാരത്തിൽ നിന്ന് സൂക്ഷ്മ തന്മാത്രാണി ഭൂതാനി ആസൻ. ആദ്യം പിന്നെ എന്താണ് സൂക്ഷ്മ ഭൂതങ്ങളുണ്ടായി, അതായത് തന്മാത്രകളുണ്ടായി. പിന്നെ തന്മാത്രകളിൽ നിന്ന് മറ്റേ പിന്നെ എന്താണ് പറയുക സ്ഥൂലം ഉണ്ടായി. അങ്ങനെയാണേ. അതാണ് ആദ്യം താമസാഹങ്കാരത്തിൽ നിന്ന് ഈ കാണുന്ന അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം മുഴുവൻ താമസാഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടായത്. അതായത് സാത്വികാഹങ്കാരത്തിൽ നിന്ന് ഈ അധിഷ്ഠാന ദേവതകളും അന്ധകരണവും മാത്രം ഉണ്ടായി. രജോ ഗുണ അഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങളുണ്ടായി. പിന്നെ തമോ ഗുണ അഹങ്കാരത്തിൽ നിന്ന് ആദ്യം ഉണ്ടായത് ശബ്ദം ആകാശത്തിലെ തന്മാത്രയാണ്. ശബ്ദത്തിൽ നിന്ന് ആകാശം ഉണ്ടായി. ആകാശത്തിന് തന്മാത്രയാണ്, ആകാശമാണ് മറ്റേ സ്ഥൂലഭൂതം, മറ്റേ സൂക്ഷ്മമാണ്. അപ്പോൾ ആദ്യം ശബ്ദം ഉണ്ടായി, പിന്നെ ആകാശം ഉണ്ടായി, പിന്നെ വായുവിൻ്റെ തന്മാത്രയായിട്ടുള്ള സ്പർശം ഉണ്ടായി. ആകാശത്ത് നിന്ന് സ്പർശത്തിൽ നിന്ന് വായു, അല്ലെങ്കിൽ സ്പർശം ഘനീഭവിച്ച് വായുവിൽ നിന്ന് രൂപം ഘനീഭവിച്ച് അഗ്നിയിൽ നിന്ന് രസം രസം ഘനീഭവിച്ച് ജലത്തിൽ നിന്ന് ഗന്ധം ഘനീഭവിച്ച് ഭൂമി. അങ്ങനെയാണ് 5 തന്മാത്രകളും 5 ഭൂതങ്ങളും ഉണ്ടായി. ഏതെന്ന്? താമസാഹങ്കാരത്തിൽ നിന്ന്. അതാണ് അതിൽ പറയണത്. ക്രമാനുസരണം ഉണ്ടായി എന്ന് പറയണം. താമസാൽ സൂക്ഷ്മ തന്മാത്രാണ്യാസൻ ഭൂതാന്യത പരം സ്ഥൂലാനി ക്രമശോ രാമ ക്രമോത്തര ഗുണാനിഹ. ഇനിയോ അതായത് ഭൂമി അവസാനം ഉണ്ടായിട്ട് ഭൂമിക്ക്, അതായത് ആകാശത്തിന് ശബ്ദം മാത്രമേ ഉള്ളൂ, വായുവിന് ശബ്ദവും സ്പർശമുണ്ട്, അഗ്നിക്ക് പിന്നെ ശബ്ദവും സ്പർശവും രൂപമുണ്ട്, ജലത്തിന് പിന്നെ എന്താ പറയുക ശബ്ദവും സ്പർശവും രൂപവും രസമുണ്ട്, ഭൂമിക്ക് എല്ലാം ഉണ്ട്. ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും 5 ഗുണമുണ്ട്. അങ്ങനെയാണ് കേട്ടോ. അത് ക്രമത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഓരോന്നിനും മറ്റേൻ്റെ ഗുണം ഉണ്ടാവുകയും ചെയ്യും. ഇനി 26. രാജസാനീന്ദ്രിയാണ്യേവാ സാത്വികാ ദേവതാമന തേഭ്യോ ഭവൽ സൂത്രരൂപം ലിംഗം സർവഗതം മഹത്. ഇന്ദ്രിയാണി രാജസാനി ഏവ. ഇന്ദ്രിയങ്ങൾ
രാജസാഹങ്കാരത്തിൽ നിന്ന് ജനിച്ചു. അതാണ് ഞാൻ പറഞ്ഞില്ലേ, തമോ ഗുണത്തിന് ശബ്ദം തൊട്ട് ഈ തന്മാത്രകളും ഭൗതങ്ങളും ഉണ്ടായി. രജോ ഗുണാഹങ്കാരത്തിന് എന്താണ്? 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ടായി. അതാണ് ഇന്ദ്രിയാണി രാജസാനി ഏവ എന്ന് പറഞ്ഞത്. ദേവതാഹ മനാച്ച, ദേവതകളും മനസ്സും സാത്വികാഹ, അതായത് ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെ അധിഷ്ഠാന ദേവതകളും അന്ധക്കരണവും സാത്വിക അഹങ്കാരത്തിൽ നിന്നുണ്ടായി. അപ്പം നമ്മളിപ്പോൾ 3 അഹങ്കാരം 3ആയി പിരിഞ്ഞു പറഞ്ഞില്ലേ. പിന്നെ സാത്വികാഹങ്കാരത്തിൽ നിന്ന് ഈ 10 ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളും അന്ധക്കരണത്തിൻ്റെ അധിഷ്ഠാന ദേവതകളും അന്ധക്കരണവും ഉണ്ടായി. മനസ്സും സാത്വികാഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടാവുക. പിന്നെ രജോ ഗുണാഹങ്കാരത്തിൽ നിന്ന് ഈ ഇന്ദ്രിയങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. താമസാഹങ്കാരത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞില്ലേ, പഞ്ചതന്മാത്രകളും പഞ്ചഭൂതങ്ങളും. തേഭ്യ, അവയിൽ നിന്ന് സർവഗതം, സർവത്ര വ്യാപിച്ചതും മഹത്തും സൂത്രരൂപം ലിംഗം, സൂത്രരൂപമായ ഹിരണ്യഗർഭരൂപമായ സമഷ്ടലിംഗ ശരീരവും അഭവത് ഉണ്ടായി. അതായത് ഈ രാജസാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും സാത്വികാഹങ്കാരത്തിൽ നിന്ന് അതിൻ്റെ അധിഷ്ഠാന ദേവതകളും അന്ധക്കരണോ അല്ലെങ്കിൽ മനസ്സും അവയെല്ലാറ്റിലും എങ്ങും വ്യാപിച്ചതും മഹത്തും അങ്ങേയറ്റം ക്രിയാശക്തിയോട് കൂടിയതുമായിട്ടുള്ള ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന സമഷ്ടിലിംഗ ശരീരം. എന്താ അറിയോ, യൂണിവേഴ്സൽ സോള്. ഇതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം, ശരിക്ക് ഭാഗവതത്തിൽ എങ്ങനെയാ വെച്ചാൽ ഇതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം കുറേ ദിവസം പിന്നെ ഒന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ തന്നെ ശക്തി കൊണ്ട് ഈ ബ്രഹ്മാണ്ടം ഉണ്ടായി. ആ ബ്രഹ്മാണ്ടത്തിനെ ഭഗവാന്റെ ശക്തി കൊണ്ട് തന്നെ 14ആയിട്ട് പിളർന്നു. അതാണ് 14 ലോകം. അതിലത്തെ ബ്രഹ്മലോകം, ഏറ്റവും മുകളിലുള്ള ലോകമാണ് ബ്രഹ്മലോകം അല്ലെങ്കിൽ സത്യലോകം. ആ സത്യലോകത്തിൽ ഭഗവാൻ തന്നെ ഹിരണ്യഗർഭനായിട്ട് ആദ്യത്തെ ബ്രഹ്മാവ്, അതായത് പ്രാകൃത പ്രളയം കഴിഞ്ഞ ആദ്യത്തെ ബ്രഹ്മാവാണ് ഈ സത്യലോകത്തിൽ ജനിക്കണതേ. അതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. അതായത് ആ സത്യലോകത്തിൽ ജനിക്കുന്ന ഹിരണ്യഗർഭനാണ് യൂണിവേഴ്സൽ സോൾ എന്ന് പറയാം. അതായത് ഓരോ വ്യക്തികൾക്കും ആത്മാവുണ്ടല്ലോ, അതുപോലെ വിരാട് സ്വരൂപം ഉണ്ടല്ലോ, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചരൂപിയായിട്ടുള്ള ഭഗവാന്റെ ആത്മാവാണ് ഹിരണ്യഗർഭൻ. നമ്മുടെയൊക്കെ ആത്മാവ്, നമ്മളൊക്കെ വ്യക്തികളല്ലേ, വ്യഷ്ടിയും സമഷ്ടിയും. വ്യഷ്ടി പറഞ്ഞു വെച്ചാൽ നമ്മൾ ഈച്ച് ഇൻഡിവിജ്വൽ, നമുക്കൊക്കെ ഓരോ ആത്മാവുണ്ടല്ലോ. ആ ആത്മാവുകളെല്ലാം കൂടി ചേർന്നാൽ എന്താവും? യൂണിവേഴ്സൽ സോളാവും അല്ലേ. അതാണ് ഈ പ്രപഞ്ചരൂപിയായി നിൽക്കുന്ന, വിശ്വരൂപിയായി നിൽക്കുന്ന ഭഗവാന്റെ ആത്മാവ്. അങ്ങനെയാണ്. അപ്പം അതായത് ഭഗവാന്റെ പിന്നെ വിരാട് സ്വരൂപവും നമ്മുടെ ദേഹവും കമ്പയർ ചെയ്യുക. നമ്മുടെ ദേഹം എടുക്കുക, അതിന് സമാനമായിട്ട് ഭഗവാന്റെ ദേഹം. നമ്മുടെ ദേഹത്തിലത്തെ ആത്മാവ്, വ്യക്തിഗതമായിട്ടുള്ള ആത്മാവ് വ്യഷ്ടി ആണ്. മറ്റത് പ്രപഞ്ചരൂപിയായി നിൽക്കുന്ന ഭഗവാന്റെ ആത്മാവാണ് ഹിരണ്യഗർഭൻ. ആ ഹിരണ്യഗർഭൻ സത്യലോകത്തിലാണ് ഉണ്ടത്. അതാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. ക്രിയാശക്തി സ്വരൂപനായിട്ടുള്ള ഹിരണ്യഗർഭൻ, അതായത് ആദ്യത്തെ ബ്രഹ്മാവ്. ആദ്യത്തെ ബ്രഹ്മാവ് ഭഗവാന്റെ നാഭിയിലൊന്നും അല്ല ഉണ്ടാവുന്നത്. ആദ്യത്തെ ബ്രഹ്മാവ്, അതായത് പ്രാകൃത പ്രളയം, ടോട്ടൽ ഡിസൊല്യൂഷൻ കഴിഞ്ഞ ആദ്യത്തെ ബ്രഹ്മാവ് ഉണ്ടാവുന്നത് സത്യലോകത്തിലാണ്. ഹിരണ്യഗർഭൻ ബ്രഹ്മാവ് തന്നെയാണ് ഹിരണ്യഗർഭൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അതുതന്നെയാണ് ഈ വിരാട് പുരുഷൻ്റെ ആത്മാവും. ആ സമഷ്ടിലിംഗ ശരീരമുണ്ടായി എന്ന് പറയുകയാണ്. അതായത് വിരാട് സ്വരൂപം ഉണ്ടായി എന്ന് പറയുകയാണ്. സമഷ്ടിലിംഗ ശരീരം എന്ന് പറഞ്ഞാൽ വിരാട് സ്വരൂപമാണ്. നമ്മുടെ ശരീരം വ്യഷ്ടിയാണ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വ്യഷ്ടിയും സമഷ്ടിയും. ഒരു കാടാണെങ്കിൽ സമഷ്ടിയാണ്, ഒരു മരം എടുത്താൽ വ്യഷ്ടിയാണ്. അതുപോലെയാണ് നമ്മുടെ വ്യഷ്ടി ശരീരവും ഭഗവാന്റെ ശരീരം, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശരീരം സമഷ്ടി ശരീരവും. നമുക്കൊരാത്മാവുണ്ട്. അതുപോലെ ഈ സമഷ്ടിലിംഗ ശരീരത്തിൻ്റെ ആത്മാവാണ് ഹിരണ്യഗർഭൻ. പിന്നെ നമ്മൾ എന്താണ് ഈ ഇന്ദ്രിയങ്ങളെ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് അറിയാലോ. 5 കർമ്മേന്ദ്രിയവും 5 ജ്ഞാനേന്ദ്രിയവും 5 കർമ്മേന്ദ്രിയവും. ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ വാക്ക്, കാല്, കയ്യ്, പിന്നെ എന്താണ് വിസർജനേന്ദ്രിയം, പിന്നെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലേ, ഉൽപ്പാദന. അത്
പിന്നെ എന്താണ് അതെ, പിന്നെ പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ്, ചെവി, ത്വക്ക്, നാവ്, മൂക്ക്, അല്ലേ? അതാണ്. പിന്നെ ഇവരുടെയൊക്കെ പിന്നെ എന്താണ് ദേവതമാരാണ് സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായെന്ന് പറഞ്ഞില്ലേ? അതായത് അഗ്നി, ഇന്ദ്രൻ. വാക്കിൻ്റെ അധിഷ്ഠാന ദേവത അഗ്നിയാണ്. പിന്നെ കയ്യിൻ്റെ അധിഷ്ഠാന ദേവ ഇന്ദ്രൻ, കാലിൻ്റെ അധിഷ്ഠാന ദേവത വിഷ്ണു, പിന്നെ എന്താ പറയുക വിസർജനേന്ദ്രിയത്തിൻ്റെ അധിഷ്ഠാന ദേവ മിത്രൻ, പിന്നെ ഉപസ്ഥത്തിൻ്റെ ബ്രഹ്മാവ്. ഇങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് കേട്ടോ സാത്വിക അഹങ്കാരത്തിൽ നിന്നേ. ഇനി എല്ലാം യോജിച്ചിട്ടുള്ളതാണ് ഹിരണ്യഗർഭനെ. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് വിരാട് സ്വരൂപം. ആ വിരാട് സ്വരൂപത്തിൻ്റെ ആത്മാവാണ് ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞത്. അതായത് സർവ സൂക്ഷ്മ സമഷ്ടി സൂക്ഷ്മ സ്വരൂപമാണ് ഹിരണ്യഗർഭൻ. ഇനി നമുക്ക് നോക്കാം, വിരാട് പുരുഷനും പറയാൻ പോകണ്ടനി. താമസാൽ സൂക്ഷ്മതന്മാത്ര 26 രാജസാനി ഇന്ദ്രിയാണ്യേവാ സാത്വികാ ദേവതാമന തേഭ്യോ ഭവൽ സൂത്രരൂപം ലിംഗം സർവഗതം മഹദ്. ഇനി നമുക്ക് നോക്കാം 27. തതോ വിരാട് സമുത്പന്ന സ്ഥൂലാത്ഭുത കദംബകാത് വിരാജപുരുഷാൽ സർവം ജഗൽ സ്ഥാവരജംഗമം. തതഃ വിരാട് സമുൽപ്പന്ന, അതിൽ നിന്ന് വിരാട്ടുണ്ടായി. അതായത് ആദ്യം ഹിരണ്യഗർഭനുണ്ടായി എന്നാണ് പറയണത്. എങ്ങനെ വേണമെങ്കിൽ പറയാം. ഭാഗവതത്തിലൊക്കെ ആദ്യം വിരാട് സ്വരൂപം വർണ്ണിച്ചതിന് ശേഷമാണ് ഹിരണ്യഗർഭൻ ഉണ്ടായി എന്ന് പറയണം. എങ്ങനെയായാലും വിരോധമില്ല. അതായത് അതിൻ്റെ ഉള്ളിലത്തെ ചൈതന്യമാണല്ലോ വിരാട് സ്വരൂപം, ഹിരണ്യഗർഭൻ. നമ്മുടെ ഉള്ളിലത്തെ ആത്മാവ് പോലെ ചൈതന്യം പോലെയാണ് വിരാട് സ്വരൂപത്തിൻ്റെ ചൈതന്യമാണല്ലോ. അപ്പോൾ ആദ്യം ഹിരണ്യഗർഭൻ ഉണ്ടായി എന്ന് പറയാം, വിരോധമില്ല. ഇതിലങ്ങനെയാണ് പറയണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വിരാട്ടുണ്ടായത്, വിരാട് പുരുഷൻ ഉണ്ടായത്. സ്ഥൂലാത് ഭൂത കദംബകാത് വിരാജാഹ പുരുഷാൽ. അതായത് സ്ഥൂലഭൂതങ്ങളടങ്ങിയിട്ടുള്ള വിരാട് പുരുഷനിൽ നിന്ന് സ്ഥാവരജംഗം സർവം ജഗത് സമുൽപ്പന്നം. ഈ കാണുന്ന ദൃശ്യലോകത്തിലത്തെ ഇളകുന്നതും ഇളകാത്തതും ജീവനുള്ളതും ജീവനും ഇല്ലാത്തതുമായ എല്ലാം ഇതിൽ നിന്നാണ് ഉണ്ടായത്. അതായത് ഈ ഹിരണ്യഗർഭൻ ആത്മാവായിട്ടുള്ള വിരാട് പുരുഷൻ നിന്നാണ് ഇക്കണ്ടതെല്ലാം ഉണ്ടായത്. തതോ വിരാട് സമുത്പന്ന സ്ഥൂലാത്ഭുത കദംബകാത് വിരാജ പുരുഷാൽ സർവം ജഗൽ സ്ഥാവരജംഗമം. ദേവതിര്യങ് മനുഷ്യാശ്ച കാലകർമ്മക്രമേണ തു ത്വം രജോ ഗുണതോ ബ്രഹ്മ ജഗത സർവകാരണം. കാലകർമ്മക്രമേണ തു, അതായത് കാലത്തെയും കർമ്മത്തെയും അനുസരിച്ചെന്നർത്ഥം. ക്രമേണ തു ദേവതിര്യങ് മനുഷ്യാഹാച്ച, ദേവന്മാർ, പക്ഷിമൃഗാദികൾ, മനുഷ്യന്മാർ എന്നിവരും ഉണ്ടായി. അതായത് ഓരോരുത്തരും അവനവൻ്റെ കർമ്മഫലം അനുഭവിക്കാനായിട്ട് വേറെ ശരീരങ്ങൾ എടുക്കുകയാണ്. ഈ പ്രളയത്തിൻ്റെ സമയത്ത് മരിച്ചുപോയ എല്ലാവരുടെയും ആത്മാവ്, അതായത് ആത്മാവല്ല, മരിച്ചുപോയ എല്ലാവരുടെയും സൂക്ഷ്മ ശരീരം അതായത് ഭഗവാന്റെ ഉള്ളിൽ ലയിച്ചിരുന്നു. മായയുടെ ഒപ്പേ എല്ലാം ലയിച്ചുവല്ലോ. അപ്പം ആ സമയത്ത് മരിച്ചിരുന്നവരുടെ മുഴുവൻ സൂക്ഷ്മ ശരീരം ലയിച്ചിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കർമ്മങ്ങൾ ബാക്കിയുണ്ട്. ആ കർമ്മങ്ങളുടെ ഫലം, കർമ്മബന്ധനമുള്ളവരാണ്. ആ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ ഏതേത് യോനികളിൽ ജനിക്കണമോ അതേത് യോനികളിൽ അവർ ജനിക്കുകയാണ്. അതുകൊണ്ടാണ് പലതരം ആൾക്കാരുണ്ടാവണത്. അല്ലെങ്കിൽ പലതരം, അതായത് ദേവന്മാർ, അതായത് കാലത്തിൻ്റെയും കർമ്മത്തിൻ്റെയും തനിക്ക് അനുഭവിക്കാനുള്ള കർമ്മഫലങ്ങൾ അനുഭവിക്കാനും അനുസരിച്ച് ദേവന്മാർ, പക്ഷിമൃഗാദികൾ, മനുഷ്യർ എന്നിവരൊക്കെ ഉണ്ടായി. അവനവൻ്റെ വിധി അനുഭവിക്കാൻ അല്ലെങ്കിൽ പ്രാരബ്ധ കർമ്മഫലം അനുഭവിക്കാനായിട്ട് ഓരോ സൂക്ഷ്മ ശരീരവും ഓരോ യോനികളിൽ ജനിക്കുകയാണ്. അപ്പോൾ ചിലർ ദേവന്മാരായി, നല്ല പുണ്യം ചെയ്തവരൊക്കെ ദേവന്മാരായി, ചിലർ പക്ഷിമൃഗാദികളായി, ചിലർ വൃക്ഷങ്ങളായി, ചിലർ മനുഷ്യരായി. അപ്പോൾ അങ്ങനെ എന്താണ് ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവായി ഭവിച്ചത്. എന്നിട്ടാണ് ഈ സൃഷ്ടി മുഴുവൻ നടത്തിയത്. ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവ്. എല്ലാം ബ്രഹ്മാവ് രജോ ഗുണം സ്വീകരിച്ച് ബ്രഹ്മാവായി, എന്നിട്ട് സൃഷ്ടി നടത്തി. ആ ബ്രഹ്മം തന്നെയാണ് രജോ ഗുണം സ്വീകരിച്ച്
ബ്രഹ്മാവായി സൃഷ്ടി നടത്തിയതെന്ന് പറയുകയാണ്. ദേവതിര്യങ് മനുഷ്യാശ്ച കാലകർമ്മക്രമേണ ത്വം രജോ ഗുണതോ ബ്രഹ്മ. രജോ ഗുണം സ്വീകരിച്ചാണ് ബ്രഹ്മാവായത്. അതാണ് ത്വം, അങ്ങന്ന് തന്നെ രജോ ഗുണം സ്വീകരിച്ച ബ്രഹ്മാവായിട്ട് ജഗതഃ സർവകാരണം, ഈ ജഗത്തിൻ്റെ കാരണമായി ഭവിച്ചു അല്ലേ. പിന്നെ ഇനി തമോ ഗുണം സ്വീകരിച്ച സംഹാരം അല്ലേ, സത്വഗുണം സ്വീകരിച്ച് വിഷ്ണുവായിട്ട് സ്ഥിതി, അങ്ങനെയാണല്ലോ. ഇനി 29, സത്വാദ് വിഷ്ണുസ്ത്വമേവാസ്യ പാലക സദ്ഭിരുച്യതേ ലയേ രുദ്രസ്ത്വമേവാസ്യ ത്വന്മായാ ഗുണഭേദത. പല ഗുണങ്ങൾ സ്വീകരിച്ച് പല രൂപം സ്വീകരിച്ച് സൃഷ്ടിസ്ഥിതിയും സംഹാരം നടത്തുകയാണ്. എന്താണ് പറയണത് ഇതിൽ? സത്വാദ്, സത്വത്തിൽ നിന്ന്, അസ്യ പാലക വിഷ്ണു, അങ്ങ് മായയിലത്തെ സത്വഗുണം സ്വീകരിച്ച മഹാവിഷ്ണുവായി, എന്നിട്ട് പാലകനായി ഈ വിശ്വത്തിൻ്റെ പാലനം ചെയ്തു. ത്വമേവ ഇതി, അങ്ങന്ന് തന്നെ, അസ്യ ലയേ, ഇതിൻ്റെ ലയത്തിൽ, രുദ്രഹ ത്വം ഏവ, ഈ സംഹാരത്തിനായിട്ട്, ഈ പ്രളയം വരണ സമയത്ത് സംഹാരത്തിനായിട്ട് അങ്ങ് തന്നെ രുദ്രനായി, താമസാഹങ്കാരം സ്വീകരിച്ച രുദ്രനായി, സദ്ഭി ഉച്ചതേ, സത്തുക്കൾ എന്ന് സത്തുക്കൾ പറയുന്നു എന്നർത്ഥം. അതായത് ഈ ഒരേ ഒരു ബ്രഹ്മം തന്നെയാണ് രജോ ഗുണം സ്വീകരിച്ച് ബ്രഹ്മാവായി സൃഷ്ടിക്കുന്നതും സത്വഗുണം സ്വീകരിച്ച് മഹാവിഷ്ണുവായി ലോകത്തെ പരിപാലിക്കുന്നതും തമോ ഗുണം സ്വീകരിച്ച് രുദ്രനായി സംഹാരം നടത്തുന്നതും ഒക്കെ അങ്ങയുടെ മായ തന്നെയാണ്. അങ്ങയുടെ മായയിലത്തെ ഗുണങ്ങൾ തന്നെ ഉപയോഗിച്ചാണ് അങ്ങ് ഇതൊക്കെ ചെയ്യണ എന്ന്. സത്വാദ് വിഷ്ണുസ്ത്വമേവാസ്യ പാലക സദ്ഭിരുച്യതേ ലയേ രുദ്രസ്ത്വമേവാസ്യ ത്വന്മായാ ഗുണഭേദത. ആ ഗുണഭേദങ്ങളനുസരിച്ചിട്ടാണ്. രജോ ഗുണപ്രധാനിയാണെങ്കിൽ ബ്രഹ്മാവ്, സത്വഗുണം പൂർണ്ണ സത്വഗുണമാണെങ്കിൽ വിഷ്ണു. ബ്രഹ്മാവിന് പക്ഷേ കുറച്ച് സത്വഗുണം ഉണ്ട് കേട്ടോ, രജോ ഗുണപ്രധാനിയെന്നേ ഉള്ളൂ. പിന്നെയോ തമോ ഗുണപ്രധാനിയാണെങ്കിൽ രുദ്രൻ. സംഹാരമാണല്ലോ ഉദ്ദേശേ, അതുകൊണ്ടാണ് തമോ ഗുണം എടുത്തത്. തമോ ഗുണം സ്വീകരിച്ച് രുദ്രനായി. പക്ഷേ രുദ്രനും കുറച്ച് രജോ ഗുണമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി 30, ജാഗ്രൽ സ്വപ്ന സുഷുപ്ത്യാഖ്യ വൃത്തയോ ബുദ്ധിജൈർഗുണൈ താസാം വിലക്ഷണോ രാമസ്ത്വം സാക്ഷി ചിന്മയോ വ്യയ. ബുദ്ധിജൈഹി ഗുണൈഹി, ബുദ്ധിയിൽ നിന്നു ജനിക്കുന്ന ഗുണങ്ങൾ കാരണം, ജാഗ്രൽ സ്വപ്ന സുഷുപ്താഖ്യാവൃത്തയ, ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നു പേരുള്ള 3 അവസ്ഥകളും, രാമഹത്വം രാമനായ നീ, താസാം വിലക്ഷണ അതുകളുടെ ലക്ഷണത്തെ അതിക്രമിച്ചവനും, സാക്ഷി സാക്ഷിയും, ചിന്മയ ചിന്മയനും, അവ്യയ വികാരമില്ലാത്തവനുമാകുന്നു. എന്താ പറഞ്ഞാൽ ഈ സത്വഗുണത്തെ സ്വീകരിച്ചിട്ട് ഈ ലോകത്തിനെ സ്ഥിതി, അതായത് പരിപാലിക്കുന്ന വിഷ്ണുവായിട്ടും, തമോ ഗുണപ്രധാനിയായിട്ട് ഈ ലയത്തിന് കാരണമായിട്ടുള്ള ശിവന് അല്ലെങ്കിൽ രുദ്രനുമായിട്ട് അങ്ങനെയാണെന്ന് അറിവുള്ളവരൊക്കെ പറയണു. അങ്ങടെ ഈ മായാഗുണത്തിലുള്ള വ്യത്യാസം നിമിത്തം ബുദ്ധിയിൽ പ്രകാശിക്കുന്ന സത്വഗുണത്താൽ ജാഗ്രത, സത്വഗുണം ബുദ്ധിയിൽ പ്രകാശിക്കുമ്പോഴാണ് ജാഗ്രത. രജോ ഗുണം ബുദ്ധിയിൽ അധികം ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വപ്നം കാണും. തമോ ഗുണം ആകുമ്പോൾ നമ്മൾ സുഷുപ്തിയാണ്, ഒന്നും അറിയില്ല. അവസ്ഥത്രയങ്ങൾ ഉണ്ടാകുന്നു. അതായത് ഈ 3 ഗുണങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവസ്ഥകളാണ് ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും. അതായത് സത്വഗുണത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവസ്ഥ ജാഗ്രത, രജോ ഗുണത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് സ്വപ്നം, തമോ ഗുണത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് സുഷുപ്തി. രാമനായി അവതരിച്ചിരിക്കുന്ന അങ്ങോ ഈ 3 അവസ്ഥകളിലും അതീതനാണ്. അതിനെ അതിക്രമിച്ചിരിക്കണം അങ്ങ് ഈ 3 അവസ്ഥയൊക്കെ ആവാം അങ്ങയ്ക്കും, പക്ഷേ അതിലൊക്കെ അതീതനാണ്. നമുക്ക് ഈ 3 അവസ്ഥയുള്ളൂ. നമ്മളെ ഒന്നെങ്കിൽ ഉണർന്നിരിക്കുക, അല്ലെങ്കിൽ സ്വപ്നം കാണുക, അല്ലെങ്കിൽ നല്ല ഉറക്കം, ഡീപ്പ് സ്ലീപ്പ് അല്ലേ. ഉണർന്നിരിക്കുക, സ്വപ്നം കാണുക, അല്ലെങ്കിൽ സ്വപ്നം കാണാത്ത അവസ്ഥ, ഡീപ്പ് സ്ലീപ്പ്. ഈ 3 അവസ്ഥയെ നമുക്കറിയുള്ളൂ.
പക്ഷെ ഭഗവാൻ ഈ മൂന്നവസ്ഥയ്ക്കും അതീതമായിട്ടുള്ള ഒരവസ്ഥയുണ്ട്, തുരീയാവസ്ഥ. അതിലാണ് ഭഗവാൻ വർത്തിക്കണത്. ഭഗവാൻ എക്സിസ്റ്റ് ചെയ്യണത് തന്നെ ആ തുരീയാവസ്ഥയിലാണ്. അപ്പം നമുക്ക് ഈ മൂന്നവസ്ഥയിൽ നിന്നും മുകളിലേക്ക് പോയാലേ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ മൂന്നവസ്ഥയിൽ നിന്നും മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഈ മൂന്ന് ഗുണവും ഇല്ലാതാവണം. സത്വരജസ്തമോ ഗുണങ്ങളെ നമ്മളും അതിക്രമിക്കണം. കാരണം ഭഗവാൻ സത്വരജസ്തമോ ഗുണങ്ങളെ അതിക്രമിച്ച് നിൽക്കുന്നവനാണ്. ആ ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ നമുക്കും ഈ മൂന്ന് അവസ്ഥകളെയും ഈ മൂന്ന് ഗുണങ്ങളെയും നമുക്ക് അതിക്രമിച്ചിട്ട് പോകണം. അതാണ്. അപ്പോൾ ഭഗവാൻ ഈ മൂന്നവസ്ഥകളുടെയും അതിക്രമിച്ചാണേനും ആ മൂന്നവസ്ഥകളുടെയും സാക്ഷിയാണേനും. അതാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ഉറങ്ങുമ്പോൾ ആ മൂന്നവസ്ഥയിലും ഭഗവാനുണ്ട്. ജാഗ്രതയിലും ഭഗവാൻ നമ്മുടെ കൂടെ സാക്ഷിയായിട്ടുണ്ട്, സ്വപ്നം കാണുമ്പോഴും ഭഗവാൻ നമ്മുടെ കൂടെ സാക്ഷിയായിട്ടുണ്ട്, പിന്നെ ഉറങ്ങുമ്പോഴും ഭഗവാൻ. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഏത് സമയത്ത്, അതായത് ഉറങ്ങുമ്പോൾ നമുക്ക് ആരുമില്ല എന്നല്ലേ നമ്മുടെ വിചാരം. മനസ്സ് പോലും കംപ്ലീറ്റ്ലി അലിയും ഇല്ലേ, മനസ്സുപോലും അടങ്ങും. പക്ഷേ രാവിലെ നീട്ടാൽ ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ. അപ്പം നമ്മൾ സുഖമായി ഉറങ്ങിയെന്ന ആ കാര്യം അപ്പോഴും ഉറങ്ങാതിരിക്കുന്നൊരു ശക്തി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലും ഉറങ്ങാത്ത ഒരു ശക്തി നമ്മൾ ഒന്ന് സുഖമായിട്ട് ഉറങ്ങിയ അവസ്ഥയെ പോലും അറിഞ്ഞിരിക്കുന്നു. അപ്പോഴും ഉറക്കമില്ലാത്തൊരു ശക്തി. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ നീട്ടാൻ ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് പറയാൻ പറ്റും? മനസ്സുകൂടി അലിഞ്ഞിരിക്കും, മനസ്സ് പോലും അടങ്ങിയിട്ടുണ്ടോ. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം നമ്മുടെ സുഷുപ്തിയിൽ അടങ്ങും ഇല്ലേ. പക്ഷെ വെളിച്ചാമ്പ് നിൽക്കുമ്പോൾ ഞാൻ സുഖമായി ഉറങ്ങിയെന്നൊരു തോന്നലുണ്ട്. അതറിഞ്ഞ ആരാ? അതറിഞ്ഞ ആ സുഖമായി ഉറങ്ങിയെന്ന് അറിഞ്ഞത് ശക്തി ഏതാ? ഒരിക്കലും ഉറങ്ങാത്ത ശക്തി. അതാണ് ഭഗവാൻ. നമ്മുടെ ജാഗ്രതയിലും നമ്മുടെ കൂടെ ജാഗ്രത നടക്കണതെല്ലാം അറിയുന്നുണ്ട്. സ്വപ്നത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നത് അറിയുന്നുണ്ട്. സുഷുപ്തിയിൽ നമ്മൾ സുഖമായി ഉറങ്ങണതും അറിയുന്നുണ്ട്. അപ്പോൾ ഈ മൂന്നവസ്ഥയ്ക്കും അതീതനായിട്ടുള്ള ഭഗവാന് മാത്രമേ ഈ മൂന്നവസ്ഥയിലും നമ്മുടെ സാക്ഷിയായി നിൽക്കാൻ പറ്റൂ. ഈ അവസ്ഥാത്രയങ്ങളെ മുഴുവൻ അതിക്രമിച്ച് ആ മൂന്നവസ്ഥകളുടെയും സാക്ഷിയായിരിക്കുന്ന ജ്ഞാനസ്വരൂപനും അവ്യയെന്ന് പറഞ്ഞു നിർവികാരനുമാണ് ഭഗവാൻ രാമൻ അല്ലേ. അതാണ് ഇതിൽ പറഞ്ഞത്. വളരെ ഇതായിട്ടുള്ള, നമുക്ക് എത്ര ആലോചിച്ചാലും നമുക്കൊരു പിടി കിട്ടാത്ത അത്ര നമുക്കൊന്നും കൂടി ചെയ്യാം. അപ്പം അത് വായിച്ചില്ലേ ഇപ്പം നമ്മൾ? ജാഗ്രത് സ്വപ്ന സുഷുപ്താഖ്യാ വൃത്തയോ ബുദ്ധിജൈർഗുണൈ താസാം വിലക്ഷണോ രാമസ്ത്വം സാക്ഷി ചിന്മയോ വ്യയഃ. ഇനി സൃഷ്ടി 31. സൃഷ്ടിലീലാം യഥാ കർത്തുമീഹസേ രഘുനന്ദന അംഗീകരോഷി മായാം ത്വം തഥാ വൈ ഗുണവാനിവ. രഘുനന്ദന, ഹേ രാഘവ, സൃഷ്ടിലീലാം കർത്തും, സൃഷ്ടിലീല ചെയ്യുവാനായിക്കൊണ്ട് യഥാ ഈഹസെ, എപ്പോൾ അങ്ങ് ഇച്ഛിക്കുന്നുവോ, തഥാ മായാം അംഗീകരോഷി, അപ്പോഴാണ് അങ്ങ് മായയെ അംഗീകരിച്ച് മായത്ത് ഗുണങ്ങൾ അംഗീകരിക്കണം. എപ്പോഴാണ് അങ്ങയ്ക്ക് സൃഷ്ടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവണേ? ആ സമയത്ത് മായയെ ക്ഷോഭിപ്പിക്കും, എന്നിട്ട് മായത്ത് ഗുണം സ്വീകരിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നു. ഗുണവാൻ ഇവ ഭാസി, ഗുണവാൻ എന്ന പോലെ ശോഭിക്കുന്നു. അതായത് എപ്പോഴാണ് സൃഷ്ടിയാദി ലീലകളെ നടത്താൻ ഭഗവാൻ ഇച്ഛിക്കുന്നവ? രാമനോട് തന്നെ പറയണം, ശ്രീരാമ, ഹേ രാമ, സൃഷ്ടിയാദി ലീലകളെ നടത്തുവാൻ അങ്ങ് എപ്പോഴാണ് ആഗ്രഹിക്കുന്നത്, അപ്പം അങ്ങ് മായയെ അംഗീകരിക്കുന്നു. എന്നിട്ട് ഗുണങ്ങളോട് കൂടിയവൻ എന്ന പോലെ, അതായത് രജോ ഗുണം എടുത്തിട്ട് ബ്രഹ്മാവ്, അപ്പം അങ്ങനെ ഗുണങ്ങളുണ്ടെന്നുള്ള ഇതുപോലെ ബ്രഹ്മാവായിട്ടും വിഷ്ണുവായിട്ടും ശിവനായിട്ടും പ്രകാശിക്കണു, അല്ലെങ്കിൽ വിളങ്ങണു. ശരിക്ക് ഗുണാതീതനാണ്. സൃഷ്ടി നടത്തണമെന്ന് തോന്നുമ്പോൾ ഗുണങ്ങളെ അംഗീകരിച്ച് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായിട്ട് വിളങ്ങുന്നു, അല്ലെങ്കിൽ അനവധി രൂപങ്ങളായിട്ട് നമ്മളൊക്കെ ആയിട്ട്.
വാസ്തവത്തിൽ ഗുണാതീതനായിട്ടുള്ള അങ്ങ് സൃഷ്ടിയാദി ലീലകൾ ചെയ്യാനായിക്കൊണ്ട ഗുണങ്ങൾ കുറച്ച് നേരത്തേക്ക് എടുക്കണു എന്നല്ലാതെ വാസ്തവത്തിൽ അങ്ങയ്ക്ക് ഗുണസംബന്ധം തീരെ ഇല്ലയെന്ന്. സൃഷ്ടിയാദി ലീലകൾ നടത്തണം എന്ന് ആഗ്രഹം തോന്നുന്ന സമയത്ത് ഗുണങ്ങൾ സ്വീകരിച്ച് ആ ലീല ആടണു. പക്ഷേ എന്നിട്ട് ഗുണമുള്ള ആളെ പോലെയൊക്കെ ഭാവിക്കണു. പക്ഷെ ശരിക്കും ഗുണാതീതനാണ്. ഗുണസംബന്ധം അല്ലെങ്കിൽ മായാസംബന്ധം അങ്ങയ്ക്ക് തീരെ ഇല്ല. ഒക്കെ അങ്ങോട്ട് പറയാണ് അല്ലേ അഗസ്ത്യമുനി. ശ്രീരാമനോട് ശ്രീരാമൻ്റെ കാര്യം തന്നെ പറയാണ് അല്ലേ. അതൊരു അത്ഭുതമല്ലേ. അപ്പം നമുക്ക് 31 ഇവിടെ വായിച്ച് നിർത്താം. ഇന്നത്തെ സൃഷ്ടിലീലാം യഥാ കർത്തുമീഹസേ രഘുനന്ദന അംഗീകരോഷി മായാം ത്വം തഥാ വൈ ഗുണവാനിവ. ഒരു ഉള്ള ആളെപ്പോലെ പെരുമാറണു എന്നിട്ട്. പക്ഷെ ഗുണാതീതനാണ്. ഗുണസംബന്ധം അല്ലെങ്കിൽ മായാസംബന്ധം അങ്ങയ്ക്ക് തീരെയില്ല എന്ന് പറഞ്ഞു ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.